അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ സുഖമായിട്ട് പോകുന്നുണ്ട്. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി ഇങ്ങോട്ട് അറിയിക്കുക. നമ്മളും തിരിച്ച് കുഞ്ഞു കുഞ്ഞു വ്ളോഗായിട്ട് നമ്മുടെ വിശേഷങ്ങളും പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ പാല് വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് വേഗം ഉള്ളിൽ കൊണ്ടുവച്ചു. അതിനുശേഷം സിറ്റൗട്ടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് ചായ വെക്കാൻ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇപ്പം ഞാൻ എന്താ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത്. ആ വർക്കൗട്ട് ചെയ്തതിൻ്റെ ഒരു ആവേശമുണ്ട് കേട്ടോ എൻ്റെ വോയിസിൽ. കാരണം ഭയങ്കര റിലാക്സ് ആയിട്ട് തോന്നുന്നു എനിക്ക് 2 വെയിറ്റൊക്കെ എടുത്ത് പൊക്കിയപ്പം. ശരിക്കും ഒരു 3-4 മാസം 3 മാസം എന്തായാലും 2 മാസം ഒന്നും ചെയ്യാണ്ടായപ്പോഴേ നമുക്ക് ഭയങ്കര മെൻ്റലി ഫ്രസ്ട്രേഷനായിരുന്നു കേട്ടോ. അതൊക്കെ അങ്ങോട്ട് മാറി കിട്ടിയ പോലെ ഉണ്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും ഞാൻ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് വേഗം അടിച്ച് വാരി എടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. പിന്നെ ചവിട്ടിയും നമുക്കൊന്ന് വിരിച്ചിടണം. ഈ ഭാഗമൊക്കെ ഒന്ന് അടിച്ച് വാരി എടുത്തിട്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ കുറേ കമൻസ് വന്നിട്ടുണ്ട്. വീണ്ടും നമ്മുടെ കോളേജ് കുറിച്ചിട്ടും പിന്നെ എന്താ പറയുക ക്യാമ്പസിനെ കുറിച്ചിട്ടും അവൻ്റെ കോഴ്സിനെ കുറിച്ചിട്ടുള്ള കമൻസ് കുറേ ഉണ്ട് കേട്ടോ. എൻ്റെ മോൻ തമിഴ്നാട്ടിൽ മഹീന്ദ്രയിലാണ് പഠിച്ചത്. മഹീന്ദ്ര എന്ന് തന്നെയല്ലേ? ഓക്കെ. ചേർന്നത് ബിടെക് AI ആണ്. സെപ്റ്റംബറിൽ ക്ലാസ് തുടങ്ങുന്നത്. സെപ്റ്റംബർ വരെ ക്ലാസ് ഇല്ലേ? അതിന് ശേഷമാണോ തുടങ്ങുന്നത്? എനിക്ക് ജൂലൈ ഓഗസ്റ്റിലൊക്കെ തുടങ്ങുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. അവർ വിളിക്കുന്ന പറഞ്ഞത് കേട്ടോ. പിന്നെ എൻ്റെ മൂത്ത മോൾ അഹല്യയിൽ, രണ്ടാമത്തെ മോൾ ഹിന്ദുസ്ഥാനിലുമായിരുന്നു പഠിച്ചിരുന്നത്. അടിപൊളി ക്യാമ്പസാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ. കുറേ ആൾക്കാർ അടിപൊളി ക്യാമ്പസാണെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സംതൃപ്തി ഉണ്ട് കേട്ടോ മൈൻഡിൽ. നമ്മൾ എന്തായാലും കുട്ടികൾക്ക് നമ്മളെ മാക്സിമം അല്ലെങ്കിൽ നമ്മുടെ ബെസ്റ്റ് തന്നെയല്ലേ കൊടുക്കാൻ എന്തായാലും ഇഷ്ടപ്പെടുക. അപ്പോൾ പിന്നെ നമുക്ക് ബെസ്റ്റ് തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്തത് എന്നുള്ളൊരു തോന്നലുണ്ടാവുമ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ പിന്നെ ഒരു കമൻറ്റ് FBയിൽ ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വഴിയെ വായിക്കാം കേട്ടോ. റിഹാൻ ഡ്രൈവിംഗ് അടിപൊളി, ഉഷാറാവട്ടെ. വേറെ എന്താ വിശേഷം ചോദിക്കുന്നുണ്ട്. സുഖമായിട്ട് പോകുന്നുണ്ട്. വിശേഷങ്ങളൊക്കെ. മെലിഞ്ഞിട്ടുണ്ട്, എത്ര വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് കുറേ പേര്. 74.80 ആയിരുന്നു. ഇപ്പം ഞാൻ 69 കിലോ. അപ്പോൾ ഏകദേശം ഞാൻ 5 കിലോൻ്റെ മുകളിൽ മെലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയും മെലിയാൻ പറ്റട്ടെ. ജിമ്മിന് വേണ്ടിയിട്ട് പോയപ്പോൾ അവിടെ കുറച്ച് പേരൊക്കെ പറഞ്ഞു എവിടെയായിരുന്നു ഇത്രയും കാലം എന്ന് കുറേ പേര് ചോദിച്ചു. പിന്നെ ചേഞ്ച് ഉണ്ട് എന്ന് പറഞ്ഞു. ചില ആൾക്കാർ നല്ല ചേഞ്ച് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തന്നെയാണ്. നമ്മളൊരു കാര്യം ചെയ്തിട്ട് അതിന് റിസൾട്ട് കിട്ടിയിട്ട് ബാക്കിയുള്ളവർ അതിന് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാരണം ഈ ഒരു കാലത്തെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര വലിയൊരു മനസ്സിൻ്റെ ഉടമകൾ മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ. അല്ലാത്തവരൊന്നും ചെയ്യൂല എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം ഒരാളെ നല്ലത് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ എന്താ പറയുക ആ ഒരു വ്യക്തിക്ക് വേറൊന്നുമില്ല. അത്രയും ഒരു ഈഗോ പ്രോബ്ലമാണ് അല്ലേ. അപ്പോൾ എന്തായാലും എനിക്കതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി, ഒന്നുകൂടി ഇൻട്രസ്റ്റ് ആയി. എന്നോട് കാപ്സ് ഒഴിവാക്കണ്ടെന്ന് പറഞ്ഞു. അതായത് ജിമ്മിൽ വർക്കൗട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നല്ലോ. അപ്പോൾ ചെറിയ രീതിയിൽ കാപ്സ് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ കോച്ചിനോട് കറക്റ്റായിട്ടൊന്ന് ഫുഡിൻ്റെ ഇതെല്ലാം ചോദിക്കണം. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഡയറ്റ് ഉണ്ടല്ലോ, ആ ഒരു ഓൺലൈൻ ഡയറ്റ്, അത് ഏകദേശം ഇനി ഒരു 10 ദിവസം കൂടി ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ജിമ്മിലുള്ള ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അവർ പറഞ്ഞു തരും കേട്ടോ. നമ്മൾ ഇൻട്രസ്റ്റോടെ ചെയ്യുകയാണെങ്കിൽ അവർ പറഞ്ഞു തരും. അല്ല അവർ വെറുതെ, ഞാനൊക്കെ പണ്ട് വെറുതെ പോയി ചോദിച്ചിട്ട് പിന്നെ ചെയ്യൂല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരെന്തായാലും പറഞ്ഞു തരൂല കേട്ടോ. ഇപ്പം എന്തായാലും എനിക്ക് കുറച്ച് ആത്മാർത്ഥത ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അവർ പറഞ്ഞു തരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ നമ്മൾ രാവിലെ എണീച്ച് കുറേ പരിപാടികളൊക്കെ കഴിഞ്ഞു അല്ലേ. ഇപ്പം ഞാൻ നമ്മുടെ ഒരു ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇതാ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ജീരകം, അതുപോലെ പരിപ്പ്, ഉഴുന്നിട്ട് കൊടുത്തു, വലിയുള്ളി, പിന്നെ വെളുത്തുള്ളി, തക്കാളി, കറിവേപ്പില, ഉപ്പിട്ടിട്ട് ഇത് വേഗം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. ബിരിയാണി സൂപ്പർ ജിനി, കുറേ പേര് ഹായ് വീണ്ടും മെലിഞ്ഞിട്ടുണ്ട് എന്നുള്ള കമൻറ്റ് കണ്ടു. പിന്നെ എൻ്റെ നാട്ടിൽ മോർണിംഗ് ബിരിയാണി ചൂടാക്കി കഴിക്കാറുണ്ട്. ഓക്കെ. റിഹാന് വേഗം ക്ലാസ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക? അത് ഇന്നലത്തെ
ഇതാണ് തോന്നുന്നു അല്ലേ. അപ്പം ഞാൻ ഇന്നത്തെ നമ്മുടെ വ്ളോഗിൻ്റെ കമൻറ്റ് സെക്ഷൻ ഒന്ന് നോക്കട്ടെ. അങ്ങനെ അവിടെ അത് വഴറ്റാൻ വേണ്ടി വെച്ചിട്ട് ഇപ്പുറത്ത് ഞാൻ വേഗം പോയിട്ട് നമ്മുടെ എഗ്ഗ് വെച്ചു. പിന്നെ ഇതിലോട്ട് വറ്റൽമുളകും ആഡ് ചെയ്ത് കൊടുത്തു, അതുപോലെ മുളക് പൊടി, പിന്നെ 1 കപ്പ് തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ചെറിയൊരു പീസ് പുളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളമാക്കിയിട്ട്, ഒരു 1/4 ഗ്ലാസ് വെള്ളമാക്കിയിട്ട് അരച്ചെടുക്കുക. അതാ ഇങ്ങനെ വരും കേട്ടോ. നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയായിരുന്നു. പിന്നെ ഞാൻ നേരെ തൊടിയിൽ പോയി, നമുക്ക് കുറച്ച് കറിവേപ്പില ആവശ്യമുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വലിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട്. അപ്പോൾ തൊടി കണ്ടപ്പം എന്തായാലും ഈ ഒരു ഗ്രീനറി കുറേ പേർക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനതൊന്ന് വീഡിയോ എടുത്തതാണ്. അങ്ങനെ നമ്മൾ അതൊക്കെ വലിച്ചിട്ട് വന്നിട്ട് അവനക്ക് ലഞ്ച് ബോക്സിൽ നിന്ന് എന്തെങ്കിലും സ്പെഷ്യൽ തന്നെ പാക്ക് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ വന്ന് അവനുണ്ടല്ലോ ചോറ് കഴിക്കുന്നില്ല, ഞാൻ തന്നെ കേടുവരുത്തിയത് എന്നൊരു ഡൗട്ടുണ്ട് ഈ ലഞ്ച് ബോക്സൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ അവനോട് നാളെ ഞാൻ ലഞ്ച് ബോക്സിൽ ചോറാണ് ആക്കി തരിക എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നാളെ ചോറാക്കി കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. ഞാനിവിടെ വലിയുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ കട്ട് ചെയ്തിട്ട് ക്യാരറ്റും ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടും കൂടി എടുക്കുന്നുണ്ട്. സുഖമാണോ ജിനി ചോദിക്കുന്നുണ്ട്. പിന്നെ ഹോസ്റ്റലിലാണോ അവൻ താമസിക്കുന്നത് ചോദിക്കുന്നുണ്ട് റിഹാൻ. അല്ല കേട്ടോ, പോയിട്ട് വരികയാണ്. കാരണം ഇവിടുന്ന് 10-25 കിലോമീറ്ററേ ഉള്ളൂ, പോയി വരേണ്ട ദൂരമേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഇയർ നമ്മൾ എന്തായാലും കോളേജ് ബസ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. സെക്കൻഡ് ഇയർ പിന്നെ അത് നോക്കിയിട്ട് നമുക്ക് ചെയ്താൽ മതിയല്ലോ. ഫസ്റ്റ് ഇയർ എന്തായാലും കോളേജ് ബസ് വേണ്ടി വരും, ഒന്ന് പരിചയം വരുന്നത് വരെ. ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ, റാഗിങ് ഉണ്ടാവുമോ അങ്ങനത്തെ ടെൻഷനൊക്കെ നല്ലോണം ഉണ്ട്. അപ്പോൾ ദോശമാവിലോട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ച എല്ലാ ഐറ്റംസും മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തി നമുക്കിത് നന്നായിട്ട് ഇളക്കിയിട്ട് ദോശ പോലെ ഞാൻ ചുട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇത് നമുക്ക് ആവിയിൽ പുഴുങ്ങിയെടുക്കുക, അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ. അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനെ ചുട്ടെടുക്കുക. ഇനിയിപ്പോൾ ഇത് നമുക്ക് വട്ടയപ്പം പോലെ ആക്കിയിട്ട് അങ്ങനെ പുഴുങ്ങിയെടുത്ത് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കഴിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഇതാ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നമ്മളിതൊന്നും മൊരിച്ചെടുക്കുന്നുണ്ട്. ഈ ചമ്മന്തിക്ക് നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവനക്ക് കഴിക്കാനും ഒരു ദോശ കൊടുത്തു. ഒരു ദോശ കഴിച്ചാൽ മതി, നല്ല ഫില്ലിങ്ങാണ്. പിന്നെ ഒരു എഗ്ഗും കഴിച്ചു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാണ് കേട്ടോ. അപ്പോൾ സ്കൂളിലേക്ക് കൊണ്ടുപോകാനും കുറച്ച് ഉണ്ടാക്കി 2-3 എണ്ണം. പിന്നെ ഹായ് ജിനി, ഹായ്, സൂപ്പർ, അടിപൊളി, എല്ലാം സൂപ്പർ. പിന്നെ സെല്ല റൈസ് നല്ലതാണ്, ഇന്നത്തെ എല്ലാ കുക്കിങ്ങും കണ്ടു, എല്ലാം അടിപൊളി പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച് സൈനു കിച്ചൺ. പിന്നെ റെസിപ്പി സൂപ്പർ എന്ന് പറയുന്നുണ്ട്, താങ്ക് യു. ഇപ്പം എത്രയായി വെയിറ്റ് പറയൂ? 69 kg കേട്ടോ. 74-ന് 69 ആയിട്ടുണ്ട്. പിന്നെ ഗ്രാമും അരയൊന്നും ഞാൻ പറയുന്നില്ല എന്ന് മാത്രം. പിന്നെ എന്താണ്, കുറേ ഹാർട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെ കുറേ കമൻറ്റ്സ് വന്നപ്പം കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. ഞാനിത് അവനക്ക് എഗ്ഗ് പൊളിച്ചു കൊടുക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ എഗ്ഗ് പൊളിക്കുമ്പോൾ ഇങ്ങനെ തൊലി ഉണ്ടല്ലോ അതിൽ തന്നെ നിൽക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇത്. അങ്ങനെ ഞാൻ രണ്ടാമത്തെ എഗ്ഗ് അവനക്ക് പൊളിച്ചു കൊടുത്തു. സാധാരണ ഞാൻ അവനക്കൊരു എഗ്ഗേ കൊടുക്കുള്ളൂ, റിഹാനിക്ക് 2 എണ്ണം കൊടുക്കും. റിഹാന് പിന്നെ ജിമ്മിലൊക്കെ പോണതല്ലേ, ഇവന് ശരിക്കും കൊടുക്കുക കുഴപ്പമില്ല, ഫുട്ബോളും കാര്യങ്ങളൊക്കെ കഴിക്കുന്നതാണ്. എന്നാലും ഞാനൊന്ന് കൺട്രോൾ ചെയ്യും കേട്ടോ ഇവനെ. ശരിക്കും എഗ്ഗ് നമുക്ക് 1 മുതൽ 3 വരെ കഴിക്കാമെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഞാനിവിടെ ചമ്മന്തിയും ഒക്കെ ആക്കി എഗ്ഗ് അവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. ദോശ അതുപോലെ ചുട്ടെടുത്തിട്ട് ലഞ്ച് ബോക്സിലേക്ക് ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ എന്താണ്, ഡെയിലി വീഡിയോ വേണമെന്ന് പറയുന്നുണ്ട്. താങ്ക് യു. തൈര് എങ്ങനെ ഉണ്ടാക്കുക? തൈര് ഇനി നെക്സ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്തായാലും വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ, എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. പിന്നെ ജിനി മെലിഞ്ഞു, അടിപൊളി, സുന്ദരിക്കുട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഇത്ത ഡെയിലി വ്ളോഗ് ഇടുമെന്ന് പറയുന്നുണ്ട്. താങ്ക് യു, ഞാനിടാം. അങ്ങനെ നമ്മൾ അവനക്കുള്ള ലഞ്ചൊക്കെ പാക്ക് ചെയ്തിട്ട് അവനിതാ ഷൂവും സോക്സൊക്കെ ഇട്ടിട്ട് അവൻ പോവാണ്. അതിനുശേഷം ഞാൻ ക്ലീനിങ്ങും കാര്യത്തിനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് വേഗം അടിച്ചു വാരി ഇതാക്കിയ ശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഹാളിലും റൂമിലൊക്കെ ആയിട്ട് അടിച്ചു വാരി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ FBയിൽ കുറേ കമൻസ് ഉണ്ട്. നമുക്ക് റിഹാൻ ഹോസ്റ്റലിലാണോ ചൂസ് ചെയ്തത്? അല്ല, വീട്ടിൽ വന്ന് പോണ രീതിയിൽ തന്നെയാണ് കേട്ടോ. കോളേജ് ബസ് നമ്മളെ ഏർപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ്. ബസ് സ്റ്റോപ്പ് കാര്യങ്ങളൊക്കെ എവിടെയാണെന്നുള്ളത് ഇനി പോകുമ്പോഴാണ് അറിയുക. പിന്നെ സൂപ്പർ വീഡിയോ, ഇത്ത കറിയെല്ലാം സൂപ്പർ എന്ന് പറയുന്നുണ്ട്. താങ്ക് യു. പിന്നെ അസ്സാം വലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും അസ്സലാം. തൈര് ഉണ്ടാക്കുന്നത് കാണിക്കാം. FBയിലും നമുക്ക് സെയിം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഹോസ്റ്റലിൽ നിൽക്കുകയാണോ പഠിക്കാൻ? അല്ല, പോയിട്ട് വരികയാണ് കേട്ടോ. പോയിട്ട് വരുന്നതാണ് നമുക്കും സൗകര്യം, അവനക്കും സൗകര്യം. കാരണം ഇത്രയും കാലമായിട്ട് അവന് ഇങ്ങനെ മാറിയൊന്നും നിന്നിട്ടില്ല. പെട്ടെന്ന് അങ്ങോട്ട് മാറി നിൽക്കുമ്പോൾ എന്തായാലും നമുക്കതൊരു വിഷമം തന്നെയായിരിക്കും. പക്ഷെ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥകളൊക്കെ ഇനി വരും. കാരണം നമ്മുടെ പിള്ളേരാണ്, അവർ പറക്കട്ടെ അല്ലേ.
അപ്പോൾ എന്തായാലും നമ്മൾ അപ്പോഴൊന്നും കൺട്രോളൊന്നും ചെയ്യില്ല. ഇത് ഫസ്റ്റ് ഇയർ അല്ലേ, അതുകൊണ്ട് നമുക്ക് വിടാനൊരു പേടി. പിന്നെ ദൂരം ഭയങ്കര കുറവാണ്. ഞാനും ഇതുപോലെ എൻ്റെ വീട്ടിൽ നിന്ന് കല്ലടി സ്കൂളിൽ പോയിട്ടാണ് പഠിച്ചുകൊണ്ട് വന്നിരുന്നത്. ഏകദേശം 20 കിലോമീറ്ററൊക്കെ ഉണ്ടല്ലോ ഞങ്ങളുടെ വീട്ടിൽ നിന്ന്. 8ാം ക്ലാസ്സിന് അങ്ങനെയൊക്കെ പോയി വന്നിട്ടാണ് നമ്മളും പഠിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഇവൻ നോക്കുമ്പോൾ ഇവൻ കോളേജിലെത്തിയില്ലേ, അപ്പോൾ അതിനുള്ളൊരു ഇതൊക്കെ ആവണം. സെക്കൻഡ് ഇയറൊക്കെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ സെറ്റ് ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ദോശമാവിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ വേഗം പാത്രം കഴുകാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കൈയിൻ്റെ മേലോട്ട് ഇച്ചിരി ഫാറ്റ് ഉണ്ട്, അത് എനിക്ക് കുറയ്ക്കണം നല്ല ആഗ്രഹമുണ്ട്. പിന്നെ ബോഡി പാർട്ടായിട്ട് നമുക്ക് കുറയുമോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ എനിക്ക് നല്ല ചേഞ്ച് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അതുകൊണ്ട്. പക്ഷേ എനിക്കിപ്പോൾ എന്താ ഫുഡ് കഴിക്കാൻ പേടി, ഫുഡ് കഴിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളൊരു പേടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ കോച്ച് പറഞ്ഞു ഇങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ വരുന്നതിൻ്റെ മുന്നേ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വരാൻ പറഞ്ഞു. പിന്നെ കഴിഞ്ഞിട്ട് കഴിക്കണോ വേണ്ടിയോ എന്ന് ചോദിക്കട്ടെ. ഓക്കെ, വീറ്റ് ബ്രെഡോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തിയോ അല്ലെങ്കിൽ വല്ല സ്വീറ്റ് പൊട്ടോറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, സാലഡോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിലും കഴിക്കാമെന്നാണ് തോന്നുന്നത്. അങ്ങനെ പാത്രം കഴുകി നമ്മൾ ഞങ്ങൾക്ക് കഴിക്കേണ്ട ദോശ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ പൈനാപ്പിൾ ഉണ്ടായിരുന്നു, എഗ്ഗ് ഉണ്ടായിരുന്നു. ഞാൻ ഇന്ന് അതാണ് കഴിച്ചത്. അപ്പോൾ പ്ലേറ്റും കാര്യങ്ങളൊക്കെ വേഗം ഒന്ന് കൊണ്ടുവച്ചിട്ടുണ്ട്. കാസറോളും കൊണ്ടുവച്ചു, പൊടി കൊണ്ടുവച്ചു, ചമ്മന്തി കൊണ്ടുവച്ചു, അങ്ങനെ പൈനാപ്പിളും കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാ പ്ലേറ്റിലേക്കൊക്കെ വിളമ്പിയെടുത്ത ശേഷം പൈനാപ്പിൾ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വാങ്ങിച്ചിട്ട് വേണം. പൈനാപ്പിൾ നമ്മൾ എപ്പോഴും ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ തന്നെ വെക്കണം, അല്ലെങ്കിൽ പിന്നെ എല്ലാറ്റിലും പൈനാപ്പിളിൻ്റെ മണം വരും. പൈനാപ്പിളും ചക്കയും അങ്ങനെയാണ് കേട്ടോ. ഇതിപ്പോൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്. അപ്പോൾ എഗ്ഗൊന്നും മുറിച്ച് വെച്ചിട്ട് ഞാനിതാ ചമ്മന്തി വെച്ചിട്ടുണ്ട്. ഞാൻ അധികം ചമ്മന്തി ഇതൊക്കെ കൂട്ടിയിട്ടാണ് എഗ്ഗ് കഴിക്കാറ്. എനിക്ക് എന്ന് എഗ്ഗ് കഴിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ മടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് കഴിക്കുന്നു എന്ന് മാത്രം. നമ്മളൊരു കാര്യം തീരുമാനിച്ചാൽ അത് എത്തുന്നവരെ നമ്മളൊന്ന് ട്രൈ ചെയ്യണമല്ലോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞാൻ തുണികളൊക്കെ ഒന്ന് എടുക്കാനും തോരടാനൊക്കെ വന്നതാണ്. ഉമ്മയും ഉപ്പയും അവിടെ ഇരുന്ന് റിഹാനും ഒക്കെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ അങ്ങനെ ആ ഒരു ടൈപ്പ് വീഡിയോസൊന്നും ഞാൻ എടുക്കാത്തതുകൊണ്ടാണ് കേട്ടോ. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി അവർക്ക് എപ്പോഴാണോ കംഫർട്ട് അപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പുറത്തൊക്കെ പോകുമ്പോൾ പിന്നെയും കുഴപ്പമൊന്നുമില്ല, അവരൊന്ന് സെറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ നമ്മളിതാ വേഗം തുണികളൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇന്നലെ ഇട്ട തുണികളാണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് എടുത്ത ശേഷം നമുക്ക് വാഷ് ചെയ്ത തുണികളുണ്ട്. ഞാൻ വന്നതും ജിമ്മ് കഴിഞ്ഞ് രാവിലെ എണിച്ചതും ഞാൻ വാഷിങ്ങിന് ഇടും. കാരണം ജിമ്മ് കഴിഞ്ഞ് വരുമ്പോൾ ഉള്ള കുറേ ഡ്രസ്സുകളുണ്ടാവും, എൻ്റെയും മോൻ്റെയും ടർക്കിയും. പിന്നെ ജിം ഡ്രസ്സ് വേറെ, പർദ്ദ വേറെ. ഞാൻ ജിം ഡ്രസ്സ് ഇട്ടിട്ട് പർദ്ദ അതിൻ്റെ മുകളിൽ ഇട്ടിട്ടാണ് ഞാൻ പോകാറുള്ളത്. കാരണം റോട്ടിലൂടെ നടന്നിട്ടാണ് ഞാൻ പോകാറുള്ളത്. അപ്പോൾ എനിക്കൊരു കംഫേർട്ട് കുറവാണ് കേട്ടോ. കുറേ ആൾക്കാരും ഉണ്ടാവുമല്ലോ. അങ്ങനെ കുഴപ്പമില്ലാത്ത ആൾക്കാരാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മുടെ നാട് കുറച്ച് ബാക്കിലോട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ ഓക്കെ. ഇനിയിപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ വേഗം അടിച്ചു വാരി എടുക്കുന്നുണ്ട്. പിന്നെ മോന് കാറൊക്കെ ഓടിക്കാൻ സ്റ്റഡി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോകാനും വരാനൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും. നടന്നു പോകേണ്ട ആവശ്യം വരില്ല. ഇതിപ്പോൾ ഡെയിലി നടന്നു പോവുകയാണ്. നടന്നു പോകണത് നല്ലതാണ്, ഒരു വർക്കൗട്ടും കൂടിയാണല്ലോ. ഇവിടുന്ന് ഒരു 10 മിനിറ്റിൻ്റെ നടത്തം മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്കുള്ളത്. അങ്ങനെ ഞാൻ വേഗം അടിച്ചു വാരി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ലഞ്ച് ഉണ്ടാക്കണം ഉച്ചയ്ക്ക്. ഞാനൊരു സാലഡ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ തൈരുമാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. പരിപ്പ് കറി. നമ്മളിവിടെ ഒരു ടൈപ്പ് പരിപ്പ് കറി വെക്കും, അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഈ 13 മിനിറ്റ് മോർണിംഗത്തെ കാര്യങ്ങൾ മാത്രമാണല്ലേ ഞാൻ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാ വേഗം ചായയൊക്കെ ഉണ്ടാക്കി അതിൽ പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഇട്ടു. ചായപ്പൊടി ഏകദേശം കഴിയാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പണ്ടൊക്കെ ചായപ്പൊടി എടുക്കുമ്പോൾ ഞാൻ പകുതിയെ കൊട്ടി വെക്കാറുള്ളൂ, പകുതി എന്നിട്ട് മാറ്റി വെക്കും. ഇപ്പോൾ ഫുള്ളായിട്ട് കൊട്ടി വെക്കും. കാരണം പകുതി മാറ്റി വെക്കുന്നത് ചിലപ്പോൾ മറക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ ഫുള്ളായിട്ട് കൊട്ടി വെക്കും. കഴിയാനാവും ഒരു 1/4 ഭാഗം ആകുമ്പോൾ നെക്സ്റ്റ് മേടിക്കും കേട്ടോ. അങ്ങനെ ഇന്ന് ഞാൻ കുറച്ച് കിഴങ്ങ് അവിടെ ഇരിക്കുന്നുണ്ട്, കുറച്ചായി. അപ്പോൾ അത് എന്തെങ്കിലും വെച്ച് തീർക്കണ്ടേന്ന് വിചാരിച്ചു. ഇപ്പോഴേ ഞാൻ രാത്രി കഴിക്കാനും ഉച്ചയ്ക്ക് കഴിക്കാനൊക്കെ ഉള്ള പറ്റുന്ന രീതിയിലുള്ള ഒരു മസാലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ കിഴങ്ങ് മൊത്തം എടുത്തത്. പിന്നെ രാത്രി ഞാൻ ജിമ്മിലോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും, ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടാണ് പോവുക.
വന്നതും പിന്നെ വേഗം കഴിക്കാൻ കൊടുക്കാമല്ലോ. 8:30 ആകുമ്പോഴത്തേന് ഞാൻ വീട്ടിലെത്തും. അപ്പോഴേക്കും ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും ഏശാ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിയാനായിട്ടുണ്ടാവും. ഞാൻ വന്നതും വേഗം മേലൊക്കെ കഴുകി അവർക്ക് ഫുഡ് കൊടുക്കും. അങ്ങനെ ആകുമ്പോൾ എനിക്ക് ടെൻഷനില്ല. മറ്റേത് ഡിന്നർ ഉണ്ടാക്കാണ്ട് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും, അവിടുന്ന് വർക്കൗട്ട് ചെയ്യുമ്പോൾ അയ്യോ ഡിന്നറില്ലല്ലോ എന്ത് ചെയ്യും, ഇങ്ങനെ ഓരോ തോട്ടായിരിക്കും കേട്ടോ മൈൻഡിൽ. അങ്ങനെ ചെറുപയർ വേവിച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പരിപ്പിലോട്ട് തക്കാളി, പച്ചമുളക്, കറിവേപ്പില, വലിയുള്ളി, വെളുത്തുള്ളി, കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് 2-3 വിസിലടുപ്പിച്ചെടുക്കുക. പിന്നെ ഇതാ നമ്മുടെ മസാലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്ത് കൊടുത്തു. പൊടികൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുത്തു. കിഴങ്ങും ആഡ് ചെയ്ത് കൊടുത്തു. കുറച്ച് വെള്ളവും ഉപ്പൊക്കെ ചേർത്ത് ഇതങ്ങോട്ട് അടച്ച് വെച്ച് കഴിഞ്ഞു. 2-3 വിസിലടുപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു ചിക്കൻ കറിയുടെ ഒരു ഫ്ലേവറിലുള്ള ഒരു പൊട്ടാറ്റോ കറി. കുട്ടികളെയൊന്നും പറ്റിക്കാൻ പറ്റില്ല കേട്ടോ പണ്ടത്തെ പോലെ. അങ്ങനെ അതൊക്കെ ഒന്ന് റെഡിയാക്കി ഞാൻ ഇവിടെ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചെറുപയർ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേവിച്ച് ചെറുപയറിലോട്ട് ഞാനിവിടെ തേങ്ങയും അതുപോലെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകും ഉള്ളിയുമാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ചോറും കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ നമ്മുടെ എന്താ പറയുക, കിഴങ്ങ് വിസിൽ വന്നപ്പോൾ അത് മാറ്റി വെച്ചു. പരിപ്പ് വിസിൽ വന്നപ്പോഴും മാറ്റി വെച്ചു. അപ്പോൾ ചെറുപയർ സാലഡ് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയത്. ഓയിലൊന്നുമില്ല, ഉപ്പ് മാത്രം കുറച്ചെടുത്തു. ഞാൻ ഇനിയിപ്പോൾ നോ ഓയിൽ ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെയൊക്കെ ദിവസങ്ങൾ ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ വേവിച്ച പരിപ്പിലോട്ട് ഞാനിവിടെ തേങ്ങയും ജീരകവും വെളുത്തുള്ളി ആട്ടോ ആഡ് ചെയ്തത്. ഇന്നിപ്പോൾ എല്ലാം കൂടെ മിക്സ് ആൻഡ് മാച്ച് ആയില്ലേ ലഞ്ച് ഉണ്ടാക്കിയത്. അങ്ങനെ ഞാൻ കറിയൊന്നും താളിച്ചൊന്നുമില്ല കേട്ടോ, അങ്ങനെ അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വ്ളോഗ് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.